chapter is, this is chapter 2. Chapter 2. Mainly, first we are going to explain about what you mean by a finite differences. After that, we will explain interpolation. So, finite differences, what you mean by differences? Mainly have three types of differences: forward differences. Three types of differences: forward difference, backward difference, and central difference. We have to explain in detail. First one is forward difference. Forward difference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനിലുള്ളത് പോലെ തന്നെ ഫോർവേഡ് എന്നുള്ള മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ നമ്മൾക്ക് വാല്യൂസ്, ഫംഗ്ഷൻ്റെ വാല്യൂസ് കിട്ടും. വൈ നോട്ട് ഈക്വൽ ടു എന്താ വരിക, എഫ് ഓഫ് എക്സ് നോട്ട്, വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് വൈ നോട്ട് തന്നിട്ടുണ്ടാവും, വൈ വൺ തന്നിട്ടുണ്ടാവും, വൈ ടു തന്നിട്ടുണ്ടാവും, എക്സെട്ര വൈ എൻ എന്ന് പറയുന്ന വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഇതെങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ നോട്ട് കിട്ടും, എക്സ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ വൺ കിട്ടും, ആ വാല്യൂസ് കിട്ടും. കറസ്പോണ്ടിങ് ടു എക്സ് നോട്ട്, എക്സ് വൺ, എക്സെട്ര എക്സ് എൻ. ഓക്കെ, ഇനി ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വൈ വൺ മൈനസ് വൈ നോട്ട്, വൈ ടു മൈനസ് വൈ വൺ, വൈ ത്രീ മൈനസ് വൈ ടു, എക്സെട്ര yn minus yn minus 1. These are called differences. These are called differences, not differentiation alla difference ആണ്. So the operator is forward difference operator is defined as, this is a forward difference operator, delta, which is equal to the y naught is the y1 minus y naught, del y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 മൈനസ് y1. ഇനി ഡെൽറ്റ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y3 മൈനസ് y2, ഡെൽറ്റ y3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y4 minus y3. So these are called the first forward difference operator. Actually del yn minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yn minus yn minus 1 ആയിരിക്കും. So these are the first forward difference operator. First forward difference operator. Okay, difference operator. ഇനി സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എടുക്കുക. സെക്കൻഡ് ഡിഫറൻസസ് സേസ് ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ഡെൽ വൈ നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് വൈ വൺ മൈനസ് വൈ നോട്ട്, വിച്ച് ഇംപ്ലൈസ് del y1 minus del y naught, which is equal to del y1 means y2 minus y1, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 minus y naught, which implies y2 minus 2y1 plus y naught. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽ വൈ വൺ. ഇത് ഈ രീതിയിൽ പഠിച്ചാലും മതി, ഇത് ഈ രീതിയിൽ ചെയ്യണമെന്നില്ല, ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഡെൽ വൈ വൺ മൈനസ് ഡെൽ വൈ നോട്ട് ആണ് ഏത്, ഡെൽ സ്ക്വയർ വൈ നോട്ട്. ഡെൽ സ്ക്വയർ വൈ നോട്ട് ആണെങ്കിൽ ഡെൽ വൈ വൺ മൈനസ് ഡെൽ വൈ നോട്ട്. സിമിലർലി ഡെൽ ക്യൂബ് എന്തായിരിക്കും, ഡെൽ ക്യൂബ് വൈ നോട്ട് എങ്ങനെ ഡിറൈവ് ചെയ്യുക, ഡെൽ ഓഫ് ഡെൽ സ്ക്വയർ വൈ നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് y2 minus 2y1 plus y naught, which implies, or this can be treated as del of del square y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is del y1 minus del y naught. So this is actually del square y1 minus del square y1 minus del square y naught ആണ്.
ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു del y2 minus 2 del y1 plus del y0. That's equal to del y2 എന്ന് പറഞ്ഞാൽ y3 minus y2 ആണ്. മൈനസ് 2 ഇൻറ്റു ഇത് y2 മൈനസ് y1 ആണ്. പ്ലസ് ഇത് y1 മൈനസ് y0 ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് y3 മൈനസ് 3y2 വന്നു, 3y2 വന്നു, മൈനസ് 2 പ്ലസ് 2y1 പ്ലസ് 3y1 വന്നു, പിന്നെയുള്ളത് മൈനസ് y0. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെൽ ക്യൂബ് y0 വരിക. ഇനി ചെയ്യുന്നത് ഇതിനെ ഒരു ടേബിളിലാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ടേബിളിലാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ രീതിയിൽ തന്നെയാണ് പ്രോബ്ലം ചെയ്യുമ്പം ചെയ്യുക. ഫസ്റ്റത്തെ എക്സ്, പിന്നെ വൈ, പിന്നെ ഡെൽ വൈ, ഡെൽ സ്ക്വയർ വൈ, പിന്നെയുള്ളത് ഡെൽ ക്യൂബ് വൈ, ഡെൽ റേസ് ടു 4y. ഇനി ഇതിൽ മാറ്റി എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ഇതിൽ എക്സ് ആണ്, എക്സ്, വൈ, ഡെൽ വൈ, ഡെൽ സ്ക്വയർ വൈ, ഡെൽ ക്യൂബ് വൈ, ഡെൽ റേസ് ടു 4y. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തേത് എക്സ് നോട്ട്, x1, x2, x3, x4 ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. x4 ഇടാം, പിന്നെ x5 ഇടാം, x6 വരെ ഇട്ടു. ഇനി y എന്ന് കറസ്പോണ്ടിങ്ങിലി y0, y1 ഇവാലുവേറ്റ് ചെയ്യുക, y1 ഇവാലുവേറ്റ് ചെയ്യുക, y2 ചെയ്യുക, y3 ചെയ്യുക, y4 ചെയ്യുക, y5 ചെയ്യുക, y6 ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഡെൽ y1 ആണ്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്, അതിൻ്റെ മിഡിലായിട്ടാണ്. y1 മൈനസ് y0 ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്, ഡെൽ y0. y2 മൈനസ് y1 ആണ് ഡെൽ y1 ആയിട്ട് എഴുതുന്നത്. y3 മൈനസ് y2 ആണ് നമ്മുടെ ഡെൽ y2 ആയിട്ട് എഴുതുന്നത്. ഇനി y4 മൈനസ് y3 ആണ് ഡെൽ y3. പിന്നെ ഇതാണ് ഡെൽ y4, പിന്നെ ഇത് ഡെൽ y5. ഇനി ഡെൽ സ്ക്വയർ y0 ആണെങ്കിൽ ഡെൽ y1 മൈനസ് ഡെൽ y2 ആണ്. ഇതിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പം ഡെൽ സ്ക്വയർ y0 ആണ്. ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ y1 ആണ്. പിന്നെ വരുന്നത് ഡെൽ സ്ക്വയർ y2, പിന്നെ ഡെൽ സ്ക്വയർ y3, പിന്നെ വരുന്നത് ഡെൽ സ്ക്വയർ y4. ഓക്കെ, ഇനി ചെയ്യുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽ ക്യൂബ് y0, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽ ക്യൂബ് y1, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽ ക്യൂബ് y2, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽ ക്യൂബ് y3. നെക്സ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഡെൽ റേസ് ടു 4y0, പിന്നെ ഡെൽ റേസ് ടു 4y1, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽ റേസ് ടു 4y2. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ ഡെൽ റേസ് ടു 5 എഴുതാം, 5y. ഇനി ഇവിടെ ഡെൽ റേസ് ടു 6y കൂടെ എഴുതാം. ഇതിൻ്റെ ഡിഫറൻസ് ഡെൽ റേസ് ടു 5y0. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഡെൽ റേസ് ടു, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ റേസ് ടു 4y2 മൈനസ് ഡെൽ റേസ് ടു 4y1. ഡെൽ റേസ് ടു 5y1 വന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഡെൽ റേസ് ടു 6y0. ബാക്കിയുള്ളതൊക്കെ 0 ആയിട്ട് പോകും. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ടേബിളും ഈ രീതിയിലാണ് അതിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നത്.
Okay, so this is a forward difference table. Second operator is backward difference operator. അതിൽ ഇതാണ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ ഇതാണ്, അതായത് നേരത്തെ ഫോർവേഡ് ഡിഫറൻസിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യുക. അതിനെ വിളിക്കുന്നത് ഡെൽറ്റയല്ല, ദാറ്റ് ഇസ് നെബിളയാണ്. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നെബിളയാണ്. നെബിള ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് തന്നെ, അതിൻ്റെ നെയിമിങ് വ്യത്യാസം. ഇത് നെബിള y1 ആണ്. ഇത് ഡെൽറ്റ y0 ആണെങ്കിൽ ഇത് നെബിള y1 ആണ്. അത് ഫസ്റ്റത്തെ y1 ആണ്, ലേറ്റസ്റ്റ് വാല്യൂ ആണ് ഇവിടെ സിമ്പിളായിട്ട് അതിൻ്റെ നൊട്ടേഷനായിട്ട് കൊടുക്കുക. ഡെൽ y1 നെബിള yn ഈക്വൽ ടു yn മൈനസ് yn-1. ഇത് എന്ത് തന്നെയാണ്? ഡെൽറ്റ yn-1 ആണ്. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇതാണ് the relation between the forward and the backward. Okay, ഇനി ടേബിൾ ചെക്ക് ചെയ്താലോ? x0, x1, x2, x3, x4, y0, y1, y2, y3, y4. ഇവിടെ ഡെൽ y1 മൈനസ് y0 എടുക്കുക. അപ്പോൾ ഡെൽ y1, y2 മൈനസ് y2, സോറി നെബിള y1, y2 മൈനസ് y1 ആണെങ്കിൽ നെബിള y2, പിന്നെ നെബിള y3, നെബിള y4. ഇനി ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നെബിള സ്ക്വയർ y2 ആയി, നെബിള സ്ക്വയർ y3 ആയി, നെബിള സ്ക്വയർ y4 ആയി, നെബിള ക്യൂബ് y3, നെബിള ക്യൂബ് y4, നെബിള റേസ്റ്റ് 4 y4 ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർവേഡ് ഡിഫറൻസിലുള്ള ബാക്ക്വേർഡ് ഡിഫറൻസിലുള്ള ടേബിൾ നൊട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ സബായിട്ട് രണ്ട് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഷിഫ്റ്റ് ഓപ്പറേറ്ററും മീൻ ഓപ്പറേറ്ററും. ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഇ ഓഫ് വൈ ആർ എന്ന് പറഞ്ഞാൽ ആർത്ത് വൈ വാല്യൂ, ഇ വൈ ആർ ഈക്വൽ ടു ഇ ആണ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ, ഇ ആണ്. മീൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇ വൈ ആർ ഈക്വൽ ടു വൈ ആർ പ്ലസ് 1, ഇ വൈ ആർ ഈക്വൽ ടു വൈ ആർ പ്ലസ് 1. അത് വൈ ആറിനെ വൈ ആർ പ്ലസ് 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇ സ്ക്വയർ വൈ ആർ എന്തായിരിക്കും? That is E of E by R, that is equal to YR plus 2 ആയിരിക്കും. So similarly E raised to N YR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? YR plus N ആയിരിക്കും, YR plus N. അതേപോലെ E raised to minus 1 YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YR minus 1 ആയിരിക്കും. E raised to minus 2 YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആർ മൈനസ് 2 ആയിരിക്കും. അത് ഈ ഇവിടെ എന്താണോ അത് ആറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വരും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വരും. ഓക്കെ, ഇനി മീൻ ഓപ്പറേറ്ററിലാണെങ്കിൽ മ്യൂ ആണ്. മ്യൂ ഡിഫൈൻ ചെയ്യുന്നത് മ്യൂ വൈ ആർ ഈക്വൽ ടു 1/2 ഇൻറ്റു വൈ ആർ പ്ലസ് 1/2 പ്ലസ് വൈ ആർ മൈനസ് 1/2. വൈയുടെ ആർ പ്ലസ് 1/2 വൈ ആർ മൈനസ് 1/2 ടേം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ ആണ് മ്യൂ വൈ ആർ. സോ ദീസ് ആർ ദ റിലേഷൻസ് ഇൻ ദിസ്. ഇതാണ് മ്യൂ വൈ ആർ ഡെഫിനിഷൻ, ഇതാണ് ഇ വൈ ആർ ഡെഫിനിഷൻ. ഇൻ ടോട്ടൽ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, നെക്സ്റ്റ് സം എക്സാമ്പിൾസ് ഉണ്ട്, അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് യൂസിങ് ദിസ് മീൻ ആൻഡ് ഓപ്പറേറ്റർ ആണ്. ഇ വൈ നോട്ട് ഈക്വൽ ടു ആക്ച്വലി ദാറ്റ് ഇസ് y1. ഇ y1 ഈക്വൽ ടു y2 ആണ്. ഇനി മ്യൂ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/2 ഇൻറ്റു വൈ 1 പ്ലസ് 1/2 3/2 പ്ലസ് വൈ 1 മൈനസ് 1/2 1/2. മ്യൂ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു വൈ 5/2 വൈ 5/2 പ്ലസ് വൈ 3/2. ഇത് ഇതിൻ്റെ കൂടിയുള്ള വൈ ഇൻറ്റു 5/2 അല്ല കേട്ടോ. ഓക്കെ, സോ മ്യൂ വൈ 1/2 ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു വൈ 1/2 പ്ലസ് 3/2 ദാറ്റ് ഇസ് വൈ 1 പ്ലസ് y naught. y 3/2 equal to 1/2 into y2 plus y1. Substitute